ഭീകരവാദ പ്രവർത്തനം തടയാനെന്ന വ്യാജേന ബ്രിട്ടീഷുകാർ 1919 നടപ്പിലാക്കിയ കുപ്രസിദ്ധി ആർജിച്ച ഇന്ത്യക്കാരെ സംബന്ധിച്ച് കുപ്രസിദ്ധി ആർജിച്ച പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് കൊണ്ടുവന്ന നിയമം വേണ്ടി മഹാത്മാഗാന്ധി ബോംബെയിൽ സത്യാഗ്രഹ സഭ സ്ഥാപിക്കുന്നു. അപ്പം ഗാന്ധിജി ബോംബെയിൽ സത്യാഗ്രഹ സഭ സ്ഥാപിക്കുന്നത് ഏത് നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കീ ലേണിംഗിന്റെ മറ്റൊരു യൂട്യൂബ് ഇന്ത്യ ചരിത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വിജു. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്ന മേഖല നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള കേട്ടുപരിചയമുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിര സാന്നിധ്യമായ സ്റ്റേറ്റ്മെന്റ് കണക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ബൈഹാർട്ടാക്കാവുന്നതേ ഉള്ളൂ. നോക്കാം. മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടി അറിയാലോ, 1915 ജനുവരി മാസം 9 മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ പോരാട്ടം കഴിഞ്ഞ് ഇന്ത്യയിലെത്തിയതെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. മഹാത്മാഗാന്ധിയുടെ വരവോടുകൂടി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഒന്നുകൂടെ കരുത്താർജിക്കാൻ തുടങ്ങി, ശക്തി പ്രാപിക്കാൻ തുടങ്ങി, ഒന്നുകൂടെ ഉന്മേഷത്തിലായി, ഉത്സാഹത്തിലായി. അതുവരെ വിദ്യാസമ്പന്നർ, നഗരങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സമരം സാധാരണക്കാരിൽ സ്ത്രീകൾ, കുട്ടികളെന്ന് വേണ്ട എല്ലാ വിഭാഗ സ്വാതന്ത്ര്യകാംക്ഷികളായ ജനങ്ങളും ഒത്തൊരുമയോടുകൂടി സമരത്തിൽ പങ്കാളികളാവുകയാണ്. മാത്രമല്ല, തിലകന്റെ നേതൃത്വത്തിലുള്ള തീവ്ര ദേശീയവാദവും കൂടുതൽ കരുത്താർജിക്കുന്നു. ഇങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥ ബ്രിട്ടീഷർ അഭിമുഖീകരിക്കുന്ന സമയത്തായിരുന്നു ഗാന്ധിജിയുടെയും പ്ലസ് തീവ്ര ദേശീയവാദത്തിന്റെ ഒരുമിച്ചുള്ള മുന്നേറ്റം. അപ്പൊ എങ്ങനെയെങ്കിലും ഇന്ത്യയിലെ ഈ ദേശീയ പ്രസ്ഥാനത്തെ തകർക്കുക, ശമിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ചിന്ത. അങ്ങനെ ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന വ്യാജേന, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കരുത്താർജിക്കുന്നു എന്ന വ്യാജേന ബ്രിട്ടീഷുകാർ 1917 മുതൽക്ക് തന്നെ ചില നിയമങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക മാത്രമല്ല, അന്നത്തെ പ്രധാനപ്പെട്ട ജസ്റ്റിസ് സിഡ്നി റൗലറ്റിനെ ചുമതലപ്പെടുത്തുന്നു. നിങ്ങൾ 2 ബില്ലുകൾ തയ്യാറാക്കണം. അത് തയ്യാറാക്കി പാർലമെന്റിൽ അവതരിപ്പിക്കുക, നിയമമാക്കി മാറ്റുക എന്നതാണ് ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അങ്ങനെ ഈ പറഞ്ഞ കഥാനായകനായ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് 2 ബില്ലുകൾ തയ്യാറാക്കി. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അനാർക്കിക്കൽ ആൻഡ് ക്രൈം റവല്യൂഷണറി ആക്ട്. ഈ അനാർക്കിക്കൽ ആൻഡ് ക്രൈം റവല്യൂഷണറി ആക്ട് ആണ് പിന്നീട് നമ്മളെല്ലാം അറിയപ്പെടുന്ന, നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തായി മാറിയത്? റൗലറ്റ് ആക്ടായി മാറിയത്. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഭീകരവാദ പ്രവർത്തനം തടയാനെന്ന വ്യാജേന ബ്രിട്ടീഷുകാർ 1919 നടപ്പിലാക്കിയ കുപ്രസിദ്ധി ആർജിച്ച, ഇന്ത്യക്കാരെ സംബന്ധിച്ച് കുപ്രസിദ്ധി ആർജിച്ച നിയമമാണ് റൗലറ്റ് ആക്ട്. പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് കൊണ്ടുവന്ന നിയമം, ജനങ്ങൾക്ക് അവകാശങ്ങളിൽ നിഷേധിക്കുന്ന നിയമം. എന്തോ അതിനകത്ത് പ്രധാനമായിട്ടും 3 ഹൈക്കോർട്ട് ജഡ്ജിമാരടങ്ങിയ ഒരു വിചാരണ കോടതി, എന്നുവെച്ചാൽ കുറ്റകൃത്യങ്ങൾ എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിലാക്കുന്ന ഒരു വിചാരണ കോടതി സ്ഥാപിക്കപ്പെടുന്നു ഈ നിയമത്തിന്റെ ഭാഗമായി. ഓർക്കുക, 3 ഹൈക്കോർട്ട് ജഡ്ജിമാരടങ്ങിയ ഒരു പ്രത്യേക വിചാരണ കോടതി റൗലറ്റ് നിയമത്തിന്റെ ഭാഗമായി രൂപീകരിക്കുന്നു. അവിടെ എന്തില്ല? കുറ്റവാളിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തിയെ തൂക്കിയെടുത്ത് അവിടെ കൊണ്ടുവന്നിടും, ജയിലിൽ കൊണ്ടുവന്നിടും. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെ അറസ്റ്റ് ചെയ്ത് ജയിലിനകത്തിടും. അഥവാ ആ വിചാരണ തടവുകാരന് അപ്പീൽ അനുവദിക്കുന്നതല്ല. കോടതികളിൽ നിന്നും അപ്പീലില്ല. ഏതൊരു സ്ഥലവും ഏതൊരു സമയത്തും ഏതൊരു സ്ഥലവും പരിശോധിക്കാനും സംശയമുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം ഈ നിയമത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രവിശ്യ ഗവൺമെന്റിന് ലഭിച്ചു. സംശയമുള്ളവനെ, ഡൗട്ടുള്ളവനെ തൂക്കിയെടുത്ത് ജയിലിൽ കൊണ്ടുവന്നിടും. വേറെ പറച്ചിലൊന്നുമില്ല. ഗവൺമെന്റിനെ ആയുധവൽക്കരിക്കുന്ന നിയമമായിരുന്നു റൗലറ്റ് നിയമം. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർ ഓരോ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ത്യക്കാരെ സന്തോഷിപ്പിക്കുന്ന നിയമമാണോ? അല്ല. സ്വാഭാവികമായിട്ടും അന്ന് നേതൃനിരയിലേക്ക് വളർന്നു കഴിഞ്ഞിരുന്ന മഹാത്മാഗാന്ധി കാര്യം ചമ്പാരൻ സമരം നടത്തുക വഴി, അഹമ്മദാബാദിൽ പണിമുടക്ക് നടത്തുക വഴി, കേദാ സത്യാഗ്രഹം നടത്തുക വഴി മാത്രമല്ല
വിജയം കൈവരിച്ച് നേതൃത്വം കൊടുത്ത ഗാന്ധിജി ജനങ്ങളുടെ മനസ്സിൽ ഒരു ഹീറോയായി മാറിക്കഴിഞ്ഞ സമയത്താണ് മഹാത്മാഗാന്ധി ഈ നിയമത്തിനെതിരെ രംഗപ്രവേശനം ചെയ്യുന്നതും. നിയമത്തെ എന്തെന്ന് വിളിക്കുന്നു? കരി നിയമം, ബ്ലാക്ക് ആക്ട് എന്ന് വിളിക്കുന്നു മഹാത്മാഗാന്ധി നിയമത്തെ. എന്നിട്ട് വിളിക്കുക മാത്രമല്ല, നിയമത്തിനെതിരെ പോരാടാൻ വേണ്ടി മഹാത്മാഗാന്ധി ബോംബെയിൽ സത്യാഗ്രഹ സഭ സ്ഥാപിക്കുന്നു. അപ്പം ഗാന്ധിജി ബോംബെയിൽ സത്യാഗ്രഹ സഭ സ്ഥാപിക്കുന്നത് ഏത് നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ രൂപീകരണ ചരിത്രം എന്ന് പറഞ്ഞാൽ ഏതാ? റൗലറ്റ് നിയമം രൂപീകരിക്കാനുണ്ടായ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ എന്തോ പറഞ്ഞ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിപ്ലവ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കണം. നടപടികൾ നിർദ്ദേശിക്കാനുമായി മുമ്പേ പറഞ്ഞ ആ ജസ്റ്റിസിന്റെ പേര് സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിൽ 17 നിയമിക്കുന്നത്. നിയമം വരുന്ന 19 നിയമിക്കുന്ന 17 ഒരു സമിതിയെ നിയമിച്ചു. ആ സമിതിയുടെ ശുപാർശകളെ അടിസ്ഥാനമാക്കി 2 ബില്ലുകൾ തയ്യാറാക്കി. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് അനാർക്കിക്കൽ ആൻഡ് ക്രൈം റവല്യൂഷണറി ആക്ടായി മാറുന്നു. അത് ചരിത്രത്തിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? റൗലറ്റ് ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും കുഴപ്പം നിറഞ്ഞ നിയമമായിരുന്നു ഇത്. ചരിത്രത്തിൽ ഈ ബില്ലുകൾ എന്തെന്ന് അറിയപ്പെട്ടെ നമ്മൾ പഠിച്ചു. കറുത്ത ബില്ലുകൾ, ബ്ലാക്ക് ആക്ട് എന്നറിയപ്പെട്ടെ. എന്നാൽ ഓർക്കേണ്ട കാര്യം, ഈ റൗലറ്റ് നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത ഏക ഭാരതീയനാണ്, അത് മലയാളിയാണ്, സി ശങ്കരൻ നായർ. കാരണം അതിനു മുമ്പേ ഈ സി ശങ്കരൻ നായർ ബ്രിട്ടീഷുകാർക്ക് കുറച്ച് അടുപ്പമുണ്ടായിരുന്നു. ചില പാരിതോഷികങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചില ആദരവൊക്കെ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷുകാർ. ആ ഒരു ഹാങ് ഓവർ എന്ന് പറയല്ലോ, സ്വാഭാവികമായിട്ടും റൗലറ്റ് നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. അതിൻ്റെ പിന്നിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം പിന്നെ. എന്നാൽ ഈ നിയമത്തിനെതിരെ, ഏത് നിയമത്തിനെതിരെ? റൗലറ്റ് നിയമത്തിനെതിരെ നികുതി നൽകാതെ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്ത ഒരു പ്രമുഖനായ വ്യക്തിയാണ്. നിങ്ങൾ ആരും അത് കേട്ട് കാണത്തില്ല. അദ്ദേഹത്തിന്റെ പേരാണ് സ്വാമി ശ്രദ്ധാനന്ദ. അപ്പൊ റൗലറ്റ് നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് സി ശങ്കരൻ നായർ ആണെങ്കിൽ റൗലറ്റ് നിയമത്തിനെതിരെ നികുതി നൽകാതെ പ്രതിഷേധിക്കാൻ ആഹ്വാനം നൽകിയത് സ്വാമി ശ്രദ്ധാനന്ദ. ആരാണ് സ്വാമി ശ്രദ്ധാനന്ദ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കറിയാം, ആര്യ സമാജ ദയാനന്ദ സരസ്വതിയുടെ മരണത്തെ തുടർന്ന് വിദ്യാഭ്യാസ മേഖല പിന്തുടരുന്നതിനെ പറ്റി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആര്യ സമാജം പിളർപ്പിലേക്ക് നീങ്ങുകയും ചെയ്തു. നമ്മുടെ ബ്രഹ്മസമാജം, ആദി ബ്രഹ്മസമാജം, ഭാരതീയ ബ്രഹ്മസമാജം ഒന്നും മാറിയില്ല. ഇവിടെ കേട്ടിട്ടില്ല നിങ്ങൾ? ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറും, ഭാരതീയ ബ്രഹ്മസമാജത്തിലെ ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവ ചന്ദ്രസൻ എന്ന് പറയുന്നത് പോലെ ഇവിടെ ദയാനന്ദ സരസ്വതിയുടെ മരണശേഷം ആര്യ സമാജത്തിന്റെ ഒരു വിഭാഗം ഗുരുകുല വിഭാഗമെന്നും രണ്ടാമത്തെ വിഭാഗം കോളേജ് വിഭാഗമെന്നും അറിയപ്പെട്ടു. ഗുരുകുല വിഭാഗത്തിന് നേതൃത്വം കൊടുത്തയാളാണ് നമ്മളിപ്പോൾ പറഞ്ഞ സ്വാമി ശ്രദ്ധാനന്ദ. അദ്ദേഹം പറഞ്ഞു, ഈ വിദ്യാഭ്യാസം പിന്തുടരേണ്ടത് പുരാതന ഹൈന്ദവ വിദ്യാഭ്യാസമായിരിക്കണം. സ്കൂളുകളിലും കോളേജുകളിലും ആൺകുട്ടികൾക്ക് മാത്രമേ പ്രവേശനം കൊടുക്കാവൂ. ഈ വാദഗതി ഉണ്ടാക്കിയ ആൾക്കാരാണ് ഗുരുകുല വിഭാഗക്കാർ. അതിന് നേതൃത്വം കൊടുത്തതാണ് സ്വാമി ശ്രദ്ധാനന്ദ. ആര്യ സമാജത്തിന്റെ പിളർപ്പിനെ തുടർന്നാണ്. മറ്റൊരു വിഭാഗമാണ് കോളേജ് വിഭാഗം. അവർ പറഞ്ഞു, പുരാതന വിദ്യാഭ്യാസമല്ല, പാശ്ചാത്യ വിദ്യാഭ്യാസം, പുരാതന ഹൈന്ദവ വിദ്യാഭ്യാസം അല്ല പിന്തുടരേണ്ടത്, പാശ്ചാത്യ വിദ്യാഭ്യാസം പിന്തുടരണം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പിന്തുടരണം. സ്കൂളുകളായിക്കൊള്ളട്ടെ, കോളേജുകളായിക്കൊള്ളട്ടെ, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ കണക്ക് പ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞവരെ വിളിച്ച പേരാണ് ഈ കോളേജ് വിഭാഗം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ആരാണ് സ്വാമി ശ്രദ്ധാനന്ദ, അതിന് നേതൃത്വം കൊടുത്ത ലാലാ ലജപത് റായും ലാലാ ഹാൻസ്രാജും അതാ കോളേജ് വിഭാഗത്തിന്. അതിൽ ഗുരുകുല വിഭാഗത്തിന് നേതൃത്വം കൊടുത്തയാളാണ് സ്വാമി ശ്രദ്ധാനന്ദ. അദ്ദേഹത്തെ പറ്റി പറയാൻ വേണ്ടി എത്രയും ഞാൻ പറഞ്ഞു പോയത്. അദ്ദേഹമാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ, നികുതി നൽകാതെ പ്രതിഷേധിക്കാൻ ആഹ്വാനം നൽകിയതെന്ന് ഓർക്കുക. അക്ഷരത്തെറ്റുകളുണ്ട്. പ്രതിഷേധിക്കാൻ ആഹ്വാനം നൽകിയത്. അടുത്ത റൗലറ്റ് നിയമത്തെ പാസാക്കിയതിന് ശേഷം അന്നുണ്ടായിരുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച പ്രമുഖർ മദൻ മോഹൻ മാളവ്യ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്നു. മുഹമ്മദ് അലി ജിന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്നു. മസർ ഉൽ ഹക്ക് അന്നത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് റൗലറ്റ് നിയമം പാസാക്കിയതിനെതിരെ രാജിവെച്ചവരാണെന്ന് ഓർത്തു വെച്ചേക്കുക. എന്തൊക്കെയായാലും ശരി, മഹാത്മാഗാന്ധി റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കുവാൻ 1919
ഏപ്രിൽ മാസം 6-ാം തീയതി, ആ മാസവും തീയതിയും വളരെ ഇമ്പോർട്ടന്റ്, പ്രതിഷേധിക്കാൻ ഗാന്ധിജിയുടെ ആഹ്വാനമുണ്ടാകുന്നു. അതിന്റെ ഭാഗമായി പ്രതിഷേധം നടക്കുന്നു. പ്രത്യേകിച്ചും പഞ്ചാബില് നേതൃത്വം കൊടുത്ത 2 വ്യക്തികൾ ഡോക്ടർ സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ചിലുവും. ഓർക്കേണ്ട കാര്യം, ഈ 2 പേരെയും, ഡോക്ടർ സത്യപാൽ ആയിക്കൊള്ളട്ടെ സെയ്ഫുദ്ദീൻ കിച്ചിലു ആയിക്കൊള്ളട്ടെ, 2 പേരെയും ബ്രിട്ടീഷുകാർ ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തു എന്നുള്ളതും ചരിത്രം. അതിന്റെ ഫലമായിട്ടാണല്ലോ നമുക്കെല്ലാം ഫെമിലിയറായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെങ്കിൽ അമൃത്സർ കൂട്ടക്കൊല ഉണ്ടാകുന്നത്. അപ്പം ഇവരെ 2 പേരെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെയോ ഈ റൗലറ്റ് നിയമത്തിന്റെ പ്രാധാന്യമാണ് ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, അതുവരെ പ്രാദേശിക രാഷ്ട്രീയമായിരുന്നെങ്കിൽ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജി പ്രവേശിക്കുന്നു. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന് ഓർക്കുക. ഈ സമയത്ത്, അതായത് റൗലറ്റ് നിയമം 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന സമയത്ത് വൈസ്രോയി ആരാണ് 19 ഈ നിയമം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ചെംസ്ഫോർഡാണ്. വൈസ്രോയി ചെംസ്ഫോർഡ്. ശക്തമായ എതിർപ്പുകൾ ഉണ്ടാകുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ. അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ കുപ്രസിദ്ധിയാർജിച്ച ഗാന്ധിജി ബ്ലാക്ക് ആക്ട് എന്ന് വിളിച്ച ഈ റൗലറ്റ് ആക്ട് 1922 അന്നത്തെ വൈസ്രോയി ആയിരുന്ന റീഡിംഗ് പ്രഭു പിൻവലിക്കുന്നു. എന്തായാലും ഇതിനെ തുടർന്നുണ്ടായ അതിദാരുണമായ സംഭവമാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ കറുത്ത ലിപികളാൽ എഴുതച്ചേർത്ത കറുത്ത അധ്യായമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ പറഞ്ഞുപോയ ഈ കുഞ്ഞു ക്ലാസ്സിലെ, ചെറിയ ക്ലാസ്സിലെ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പരമാവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലെത്തി എന്നുള്ള പ്രതീക്ഷയിൽ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നല്ല ദിനങ്ങൾ ജോലിയിലൂടെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി മറ്റൊരു ക്ലാസ്സിൽ ഉടനെ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.